പൃഥ്വിരാജിന്റെ ഐ നോബഡി, നോളന്റെ ഒഡീസി, പിന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ, തലപതി വിജയുടെ മകൻ ഡയറക്ട് ചെയ്യുന്ന പടം, അങ്ങനെ കുറെ സിനിമകൾ ജൂലൈയിൽ വരുന്നുണ്ട്. ജൂലൈയിൽ തിയേറ്ററുകളിലും ഡിജിറ്റലായിട്ടും റിലീസാകുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പക്ഷേ ഓർക്കുക, മിക്ക സിനിമകളുടെയും റിലീസ് ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് അത് കുറച്ച് കൂടുതലാണ്. ഇന്ന് അതായത് ജൂലൈ 1 ഉച്ച വരെ കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള വീഡിയോ ആണിത്. സോ 30 അപ്കമിംഗ് മൂവീസ് ആൻഡ് സീരീസ് റിലീസിംഗ് ഇൻ ജൂലൈ 2026. ജൂലൈ 1 തീയതി, അതായത് ഇന്ന് തന്നെ എനോല ഹോംസ് ഫിലിം ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ സിനിമ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് രണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ അതിന്റെ രണ്ടിന്റെയും റിവ്യൂ ചെയ്തിട്ടുമുണ്ട്. മിനിയൻസ് ആൻഡ് മോൺസ്റ്റേഴ്സ് നാളെ ജൂലൈ 2 തീയതിയാണ് തിയേറ്ററുകളിൽ റിലീസ് ആകുന്നത്. ഒരുപാട് ആരാധകരുള്ള ഒരു ആനിമേറ്റഡ് ഫിലിം ഫ്രാഞ്ചൈസ് ആണ് മിനിയൻസിന്റേത്. ഇത്തവണ ഇതിനൊരു മിസ്റ്ററി എലമെന്റ് കൂടി ഉണ്ട് എന്നാണ് കേട്ടത്. 2 തീയതി തന്നെ ഹ്യൂമൻ വേപ്പർ എന്നൊരു കൊറിയൻ സൈഫൈ ക്രൈം ത്രില്ലർ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട്. 3 തീയതി കുറെ റിലീസുകളുണ്ട്. ഹ്യൂ ജാക്ക്മാൻ പ്രധാന വേഷത്തിൽ വരുന്ന ഇംഗ്ലീഷ് ആക്ഷൻ അഡ്വഞ്ചർ ഹിസ്റ്റോറിക്കൽ മൂവി ദ ഡെത്ത് ഓഫ് റോബിൻ ഹുഡ് ജൂലൈ 3 തീയതിയാണ് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നത്. അതുപോലെ ആലിയ ഭട്ടിന്റെ പുതിയ ഹിന്ദി ആക്ഷൻ ത്രില്ലർ ആൽഫയും ജൂലൈ 3 റിലീസ് ആവുന്നത്. തെലുഗു ഫാന്റസി ത്രില്ലറായ നാഗബന്ധം ദ സീക്രട്ട് ട്രഷർ ഇതും അന്ന് തന്നെയുണ്ട്. അതുപോലെ തമിഴ് സ്പോർട്സ് കോമഡി ഗാട്ട ഗുസ്തിയുടെ 2ാം ഭാഗവും ജൂലൈ 3 തീയതിയാണ് റിലീസ് ആവുന്നത്. മലയാളം ഹൊറർ പടമായ അരൂപി, അതുപോലെ ഹിന്ദി ത്രില്ലറായ ബേബി ഡു ഡൈ ഡു എന്നീ പടങ്ങളും അന്ന് തന്നെ തിയേറ്ററുകളിൽ റിലീസ് ആകും. ഒപ്പം മലയാളത്തിൽ നിന്നും ഒരു ഫോക്ലോർ ഹൊറർ സീരീസ് മുത്തശ്ശി C5 അന്ന് റിലീസ് ഉണ്ട്. ആപ്പിൾ TV പ്ലസിലെ ത്രില്ലർ സീരീസ് ആയ സൈലോയുടെ പുതിയ സീസണും 3 തീയതി തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇനി ഈ മാസം മലയാളത്തിൽ നിന്നും എനിക്ക് ഏറെ പ്രതീക്ഷയുള്ള മലയാള സിനിമ ഐ നോബഡി, പൃഥ്വിരാജ് നായകനായിട്ട് വരുന്ന പടമാണ്. ജൂലൈ 9 തീയതിയാണ് റിലീസ് ആവുന്നത്. നിസാം ബഷീർ റോഷാക്കിന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. ഒരു ഹൈസ്റ്റ് ആക്ഷൻ ക്രൈം ത്രില്ലർ പടമാണ്. മലയാളത്തിൽ അങ്ങനെ അധികം വരാത്ത അല്ലെങ്കിൽ കുറവുള്ള ഒരു ടൈപ്പ് ഓഫ് ഫിലിമാണ്. പാർവതി തിരുവോത്ത്, ഹക്കീം ഷാജഹാൻ, അശോകൻ, വിജയരാഘവൻ അങ്ങനെ വലിയൊരു താരനിര പടത്തിലുണ്ട്. ജേക്സ് ബിജോയ് ആണ് ഇതിന്റെ മ്യൂസിക്. സോ ഈ സിനിമയെ കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും വന്നിട്ട് കണ്ടറിയാം. ഹോളിവുഡ് ഹൊറർ ഫിലിം ഈവിൾ ഡെഡ് ബേൺ ജൂലൈ 10 തീയതി റിലീസ് ആവുന്നുണ്ട്. ഹൊററിൽ ഒരു വൺ ടേക്ക് സീക്വൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റി പരിപാടി ഈ പടത്തിൽ പിടിച്ചിട്ടുണ്ട്. ട്രെയിലർ ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അന്ന് തന്നെ മൊവാന സ്റ്റാറിംഗ് കാതറിൻ ആൻഡ് ഡ്വെയ്ൻ ജോൺസൺ, നമ്മുടെ റോക്ക് പ്രധാന വേഷങ്ങളിൽ വരുന്ന ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ആനിമേറ്റഡ് ഫിലിം സീരീസിന്റെ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആണ്. അതുപോലെ തന്നെ ഇതേ മുരളി എന്നൊരു തമിഴ് ഡ്രാമ ഫിലിം അഥർവ മുരളി നായകനായി വരുന്നത്. അജയ് ദേവ്ഗനൊക്കെ അഭിനയിച്ച ധമാൽ 4 ഹിന്ദി കോമഡി പടം. ഇംഗ്ലീഷ് ഡ്രാമയായ ദ ഇൻവൈറ്റ്, അതുപോലെ അഖിൽ അക്കിനേനി, ഭാഗ്യശ്രീ ബോസയും അഭിനയിച്ച ലെനിൻ എന്ന തെലുഗു സിനിമയും 10 തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. ഈ അവസാനത്തെ 2 പടങ്ങളും കഴിഞ്ഞ മാസം ഇറങ്ങണ്ടായിരുന്നു, പിന്നെ മാറ്റി വെച്ചതാണ്. കൂടാതെ സണ്ണി ഡിയോൾ, അക്ഷയ് ഖന്ന സ്റ്റാറർ ഇക്ക എന്ന ഹിന്ദി മൂവിയും നെറ്റ്ഫ്ലിക്സിൽ 10 തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. റൈഡ് ഓർ ഡൈ ആക്ഷൻ സീരീസ് പ്രൈം വീഡിയോയിൽ 15 തീയതി റിലീസ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ 15 തീയതി തന്നെ ആപ്പിൾ TV പ്ലസിലെ ലക്കി എന്നൊരു ത്രില്ലർ സീരീസും റിലീസ് ആവും. പലതവണ മാറ്റിവെച്ച ഷാജി കൈലാസ്, ജോജു ജോ ടീമിന്റെ ആക്ഷൻ മലയാളം പടം വരവ് ജൂലൈ 16 തീയതി തിയേറ്ററുകളിൽ റിലീസ് ആകും. ഈ മാസത്തെ ഏറ്റവും വലിയ റിലീസ് ജൂലൈ 17 തീയതിയാണ് വരുന്നത്. ക്രിസ്റ്റഫർ നോളന്റെ ദ ഒഡീസി സ്റ്റാറിംഗ് മാറ്റ് ഡേമൻ, ടോം ഹോളണ്ട്, റോബർട്ട് പാറ്റിൻസൺ, സെൻഡേയ, ആനി ഹാത്തവേ അങ്ങനെ ഗംഭീര താരനിരയാണ് ഈ പടത്തിൽ അണിനിരക്കുന്നത്. ഓൾറെഡി ഈ പടത്തിന്റെ ബുക്കിംഗ് ഒക്കെ കൊച്ചിയിലൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. കോട്ടയത്തൊന്നും തുടങ്ങിയിട്ടില്ല. സോ വലിയൊരു ഹൈപ്പിൽ വരുന്ന പടമാണ്. എന്തായാലും ഈ മാസത്തെ മറ്റൊരു പ്രതീക്ഷയുള്ള സിനിമ കൂടിയാണിത്. ദ ഈസ്റ്റ് പാലസ് എന്ന കൊറിയൻ ആക്ഷൻ ഹൊറർ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ 17 തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. ഇനി 24 തീയതി കുറെ റിലീസുകളുണ്ട്. മലയാളം ത്രില്ലർ പടമായ ലർക്ക് സ്റ്റാറിംഗ് സൈജു കുറുപ്പ്, മഞ്ജു പിള്ള തുടങ്ങിയവരാണ്. ജൂലൈ 24 തീയതിയാണ് റിലീസ് ആവുന്നത്. അതുപോലെ കരാവലി എന്നൊരു കന്നഡ പടം 24 തീയതി റിലീസ് ആവുന്നുണ്ട്. പ്രജ്വൽ ദേവരാജ് ആണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. നമ്മുടെ രാജ്ബി ഷെട്ടി ഇതിലൊരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നുണ്ട്. കാജൽ അഗർവാളിന്റെ ദ ഇന്ത്യ സ്റ്റോറി എന്നൊരു പടം 24 തീയതി റിലീസ് ആവുന്നുണ്ട്. ഹിന്ദി ഡ്രാമ ആയിട്ടുള്ള റഫ്താർ വന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ദ ട്രൂത്തേഴ്സ് എന്നൊരു സ്പാനിഷ് ത്രില്ലർ സിനിമ നെറ്റ്ഫ്ലിക്സിൽ 24 തീയതി തന്നെ റിലീസ് ആവുന്നുണ്ട്. മോട്ടോർ സിറ്റി എന്നൊരു ഹോളിവുഡ് ആക്ഷൻ പടവും 24 തീയതി റിലീസ് ആവുന്നുണ്ട്. US-ലാണുള്ളത്, ഇന്ത്യയിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ദ ഡെവിൾസ് മൗത്ത് എന്നൊരു സർവൈവൽ ഹൊറർ പടം പ്രൈം വീഡിയോയിൽ ജൂലൈ 29 തീയതി റിലീസ് ആകും. ഈ മാസത്തിലെ ഏറ്റവും വലിയ മറ്റൊരു റിലീസായ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ 30 തീയതിയാണ് തിയേറ്ററുകളിൽ റിലീസ് ആവുന്നത്. ടോം ഹോളണ്ട്, സെൻഡേയ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ വരുന്നത്. ഇവർ രണ്ടുപേരും അഭിനയിച്ച ഈ മാസത്തെ 2ാമത്തെ പടമാണ്. ഒഡീസി കഴിഞ്ഞിട്ട് വരുന്നതാണ് ഈ സിനിമ. ഇതിന്റെ ബുക്കിംഗ് ഒക്കെ കൊച്ചിയിലൊക്കെ
ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഏതായാലും ഈ മാസം പ്രതീക്ഷയുള്ള മറ്റൊരു സിനിമയാണിത്. ഐ വാണ്ട് യുവർ സെക്സ് എന്നൊരു ഹോളിവുഡ് ഇറോട്ടിക് കോമഡി പടം 31-ാം തീയതി തിയേറ്ററുകൾ റിലീസ് ഉണ്ട്. ഇതും ഇന്ത്യയിലുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ടില്ല. തമിഴ്നാട് CM ആയ നമ്മുടെ തലപതി വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്ന സിഗ്മ എന്ന തമിഴ് പടവും 31-ാം തീയതി റിലീസ് ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. സന്ദീപ് കൃഷ്ണനാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ജൂലൈ മാസം റിലീസാവുന്ന പ്രധാനപ്പെട്ട സിനിമകളും സീരീസുകളും. ഇതിൽ ഏത് സിനിമ അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഞാൻ ഏതെങ്കിലും സിനിമയോ സീരീസോ പറയുന്നത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ശരി എന്നാ.